ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ട് അതും ഈസി ആയിട്ട് ഒരു സ്നാക്സ് തയ്യാറാക്കാം എന്ന് നോക്കിയാലോ. അതിനായി 3 മുട്ട പുഴുങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട്. മുട്ട പുഴുങ്ങിയെടുത്ത ശേഷം ഞാൻ മുട്ട ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ മുട്ട ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു പകുതി സവാള, അല്പം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി, അല്പം മല്ലിയില, ഒരു പകുതി പച്ചമുളക് എന്നിവ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1/4 ടേബിൾ സ്പൂൺ മസാല പൗഡറും 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് കൂടെ ഇതിനകത്തോട്ടിട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത്, കാരണം നമുക്ക് ലാസ്റ്റ് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാനുള്ളതാണ്. അതായത് നമ്മൾ മുട്ടയിൽ ജസ്റ്റ് ഡിപ്പ് ചെയ്തിട്ട് ഇതിലൊന്ന് നമ്മൾ റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു കോട്ടിങ് കിട്ടാനാണ്. അപ്പോൾ സ്വല്പം നമുക്ക് മാറ്റി വയ്ക്കാം. ബാക്കി ബ്രെഡ് ക്രംസ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം. നമുക്കിതുപോലെ ബോൾസ് ആക്കി എടുക്കാം. ഇപ്പം ഞാൻ ഇവിടെ ഒരു മുട്ട നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു മുട്ടയുടെ ആവശ്യമുള്ളൂ, കാരണം നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യാനാണ്. നിങ്ങളിനിയിപ്പോൾ ബോൾസ് കൂടുതലായിട്ട് ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുട്ട കൂടുതൽ എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഓരോ ബോൾസും ഈ മുട്ടയുടെ നമ്മൾ ബീറ്റ് ചെയ്തെടുത്തതിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്ത് ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്തെടുക്കാം. കണ്ടോ, നമ്മളിതുപോലെ ഇപ്പോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിവിടെ ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഏത് ഓയിലായാലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞങ്ങളിപ്പോൾ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഓരോ ബോൾസായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ബ്രെഡ് ക്രംസ് കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഹൈ ഫ്ലെയിമിലിട്ടാൽ കരിഞ്ഞു പോകുന്നതിൻ്റെ ഒപ്പം നമുക്ക് ഉള്ളിലധികം വെന്ത് കിട്ടാതെ വരും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് തന്നെ നമ്മൾ ഇത് എടുക്കണം. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ആ ഉള്ളിലൊക്കെ നല്ലപോലെ വെന്ത് കിട്ടുള്ളൂ. ഓക്കെ, ഇനി ഇത് നമുക്ക് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒന്ന് മൊരിഞ്ഞ് വരുന്നുണ്ട്. ഇപ്പോൾ ഇത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. നോക്കൂ, നമുക്ക് ഉള്ളിലൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ? അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. നല്ല ഹെൽത്തിയാണിത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേറെ ഒന്നുമല്ല ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പുഴുങ്ങിയ മുട്ട ആയതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ്. സോ താങ്ക് യു.